2025 പുതുവർഷത്തിൽ ഓരോ നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ ഗുണവർദ്ധനവിനും അനുകൂല ഫലങ്ങൾക്കും വേണ്ടി അവർ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളെക്കുറിച്ചും ഭജനകളെക്കുറിച്ചുമാണ് ഇവിടെ പറയുന്നത്. അശ്വതി നക്ഷത്രക്കാർ ദോഷശമനത്തിന് ഗണപതി ഭജനം നടത്തുക. ഭരണി നക്ഷത്രക്കാർ പ്രദോഷ വ്രതമനുഷ്ഠിച്ച് ശിവഭഗവാനെ ഭജനം നടത്തുക. കാർത്തിക ദോഷശമനത്തിന് സുബ്രഹ്മണ്യ ഭജനം നടത്തുക. രോഹിണി ഗുണവർദ്ധനവിനായി മാസം തോറും അവരുടെ ജന്മനാളുകളിൽ ഗണപതി ഹോമം കഴിപ്പിക്കുക. മകയിരം ദോഷപരിഹാരത്തിന് വിഷ്ണു ഭജനം, വ്യാഴാഴ്ച വ്രതം എന്നിവ നടപ്പിലാക്കുക. തിരുവാതിര ദേവീ സങ്കല്പത്തിലുള്ള പ്രാർത്ഥനകൾ നടത്തുക. ദേവീ ക്ഷേത്ര സന്ദർശനം നടത്തുക. പുണർദം ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി വെള്ളിയാഴ്ചകളിൽ സുബ്രഹ്മണ്യ ഭജനം നടത്തുക. പൂയം ശാസ്താവിനെ ഭജിക്കുന്നത് പതിവാക്കുക. അതിലൂടെ അവർക്ക് ഗുണവർദ്ധനവ് നേടുവാൻ സാധിക്കും. ആയില്യം സുബ്രഹ്മണ്യ ഭജനം നടത്തി ഗുണവർദ്ധനവ് കൈവരിക്കാം. മകം ശിവഭജനം നടത്തുക, സർപ്പപ്രീതി വരുത്തുക. പൂരം ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ച് ദോഷശാന്തി കൈവരുത്തുക. ഉത്രം ഹനുമാൻ സ്വാമിയെ ഭജിച്ച് ദോഷശമനം വരുത്തുക. അത്തം ഗണപതി ഭജനം നടത്തി ദോഷശമനം വരുത്തുക. ചിത്തിര നാഗരാജ പ്രീതി വരുത്തുക. ചോതി ഭഗവതി ക്ഷേത്ര ദർശനം, വഴിപാടുകൾ എന്നിവ നടത്തുക. വിശാഖം ശിവഭജനം നടത്തി ഗുണവർദ്ധനവ് നടത്താം. അനിഴം നവഗ്രഹ പ്രീതി വരുത്തി ദോഷഫലങ്ങൾ കുറയ്ക്കാം. തൃക്കേട്ട ഗുണഫലവർദ്ധനയ്ക്ക് മഹാവിഷ്ണു ഭജനം നടത്തുക. മൂലം ദോഷപരിഹാരത്തിന് ഹനുമാൻ ഭജനം നടത്തുക. പൂരാടം ദോഷശമനത്തിന് വിഷ്ണു ഭജനം നടത്തുക. ഉത്രാടം ഗുണവർദ്ധനവിന് ധർമ്മശാസ്ത്ര ക്ഷേത്രം സന്ദർശനം നടത്തുക. തിരുവോണം ദോഷശമനത്തിന് ദേവീ ഭജനം നടത്തുക. അവിട്ടം ദോഷശമനത്തിന് അവതാര വിഷ്ണു ഭജനം നടത്തുക. ചതയം ഗുണവർദ്ധനവിന് നാഗരാജ ക്ഷേത്രത്തിൽ വഴിപാടുകൾ കഴിപ്പിക്കുക. പൂരുരുട്ടാതി ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ഷഷ്ടിവ്രതം അനുഷ്ഠിക്കുക. ഉത്രട്ടാതി ദോഷശമനത്തിന് ശിവഭജനം നടത്തുക. രേവതി ഗുണവർദ്ധനവിന് ശിവഭജനം നടത്തുക.